95/2024 കേട്ടിട്ട് നമ്മൾ PS നടത്തിയ ഫീൽഡ് വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാവുമെന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. വിദ്യാസമ്പന്ന മാറ്റത്തിന്റെ വാക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലു. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജി. 1876 കൽക്കട്ടയിൽ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്തത് ആത്മാറാം പാണ്ഡുരംഗ്. നാവിക കലാപം നടന്നതെവിടെ? നാവിക കലാപം നടന്നത് ബോംബെ. നാവിക കലാപം നടന്നത് ബോംബെ. ബംഗാളിൽ നടന്നിട്ടുള്ള കലാപങ്ങളാണ് നീലം കലാപം, തേബാഗ സമരം, ഫറാസി കലാപം എന്നിവ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തതാര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ. 1930, 1931, 1932 എന്നീ വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. വട്ടമേശ സമ്മേളനങ്ങളുടെ വേദി ജെയിംസ് പാലസ്, ലണ്ടൻ. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം അമേരിക്ക. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം അമേരിക്ക. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിനു പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ഭരണഘടനയിലെ ഏത് മൗലികാവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ചൂഷണത്തിനെതിരായുള്ള അവകാശം. അനുച്ഛേദം 23 മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിൽ എടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു. അനുച്ഛേദം 24 ബാലവേല നിരോധിക്കുന്നു. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം 4A. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15.
ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫെയ്ഹോങ്. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫെയ്ഹോങ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3. ആസ്ഥാനം തിരുവനന്തപുരം. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളും ഒരു സെക്രട്ടറിയുമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ ഉള്ളത്. ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം 65 വയസ്സ്. അംഗങ്ങളുടെ കാലാവധി 3 വർഷം 60 വയസ്സ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. കൂട്ടത്തിൽ ചേരാത്തത് പഞ്ചാബാണ്. കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ് എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. യോജിക്കാത്തത് ഭിലായ് USA എന്നതാണ്. ഭിലായ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്കു നിർമ്മാണശാലയാണ്. ബൊക്കാറോ സോവിയറ്റ് യൂണിയന്റെ സഹായത്താലും റൂർക്കേല ജർമ്മനിയുടെ സഹായത്താൽ, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്താൽ എന്നിവ ശരിയായ പ്രസ്താവനയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ APJ അബ്ദുൽ കലാം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. 1966 ജനുവരി 10 ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിൽ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാറാണ് താഷ്കന്റ് കരാർ. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കോഴിക്കോട്. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കോഴിക്കോട്. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഓം പ്രകാശ് ബിർള. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഓം പ്രകാശ് ബിർള. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1, 2 എന്നിവയാണ്.
കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കൊട്ടപ്പുറം വരെയാണ്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കൊട്ടപ്പുറം വരെയാണ്. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1, 2 എന്നീ പ്രസ്താവനകളാണ് ശരി. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണിത് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തിന്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിന്റെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 4ാമത്തെ പ്രസ്താവനയാണ്. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 550 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. തീരപ്രദേശം ഇല്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരപ്രദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നീ പ്രസ്താവനകൾ ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 2, 3 എന്നിവയാണ് ശരിയായ പ്രസ്താവന. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന 3ാമത്തെ പ്രസ്താവനയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നിവയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക്കിന് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം, ഇംഗ്ലീഷ്. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ മലയാളം, ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ആരവല്ലി. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ആരവല്ലി. മാൾവാർ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. സീവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സീവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു.
കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുടെ ഉദ്ഭവം മധ്യപ്രദേശിലെ അമർകന്തക് ആണ്. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകന്തക് ആണ്. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ്. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ഇടുക്കി ജില്ലയിൽ മൂന്നാർ പഞ്ചായത്തിൽ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം കോഴിക്കോട്. 95/2024 കാറ്റഗറി നമ്പർ PS നടത്തിയ ഫീൽഡ് വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. പാർട്ട് 2മായി വീണ്ടും കാണാം.